ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ഹൈക്കോടതി ജഡ്ജി ചിത്രം നേരിട്ട് കാണുകയാണ്. എറണാകുളം പടമുകളിലുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലാണ് ജഡ്ജി എൻ നാഗരേഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേര് വിവാദം നേരിട്ട് പരിശോധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ഇതിനു മുമ്പായിട്ടാണ് സിനിമ നേരിട്ട് കണ്ട് ഈ വിവാദം സംബന്ധിച്ച വിലയിരുത്തൽ നടത്താൻ ജഡ്ജി തയ്യാറായിരിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അസാധാരണമായ നടപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇപ്പോഴും സെൻസർ ബോർഡ് സിനിമയുടെ പേര് മാറ്റണം എന്ന വാദം ഉന്നയിക്കുന്നതിനിടയിലാണ് ജഡ്ജി ഇത്തരമൊരു നീക്കം നടക്കുന്നത്. എന്തായാലും ഈ ജഡ്ജി നീക്കത്തിൽ അണിയറ പ്രവർത്തകർ എങ്ങനെയാണ് കാണുന്നത്? അവർക്ക് ശുഭപ്രതീക്ഷയാണോ ഉള്ളത്? സജിത്ത് 10 മണിക്ക് തന്നെ ജഡ്ജി എൻ നാഗരേഷ് ഈ കാക്കനാട് പടമുകളിലുള്ള കളർ പ്ലാനറ്റ് എന്ന സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഈ സിനിമയുടെ നിർമ്മാതാക്കളുടെ അഭിഭാഷകനും ഒപ്പം ഈ സെൻസർ ബോർഡിൻ്റെ ഒരു പ്രതിനിധിയുമാണ് സിനിമ കാണുന്നത്. ഒപ്പം ജഡ്ജിക്കൊപ്പം മറ്റ് 2 ഹൈക്കോടതിയുടെ തന്നെ 2 പ്രതിനിധികളും ഉണ്ടാകും. അങ്ങനെ ഇവരുടെ 4 പേരുടെ മുന്നിൽ വെച്ചാണ് ഈ സിനിമ ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. 2.25 മണിക്കൂറാണ്. ഏകദേശം 12:30 കഴിയുമ്പോൾ നമുക്ക് ഈ സിനിമ കണ്ട് ജഡ്ജി പുറത്തേക്ക് ഇറങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 തവണ ഈ ഹർജി പരിഗണിക്കുമ്പോഴും സെൻസർ ബോർഡിന്റെ വാദം ജാനകി എന്ന പേര് ഒഴിവാക്കണം. ആ പേര് ഒരു മത വിഭാഗത്തിൽപ്പെട്ടവർ ഉപയോഗിക്കുന്ന പേരാണ്. ജാനകി എന്ന പേര് ഉപയോഗിച്ചതിന് ശേഷം ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് സെൻസർ ബോർഡ് ഉറച്ചു നിന്നത്. പക്ഷേ ജഡ്ജിക്ക് പോലും ഈ സെൻസർ ബോർഡിന്റെ വാദത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി പരിഗണിക്കുമ്പോഴെല്ലാം ജഡ്ജി ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്? ഇത് നമ്മളെല്ലാവരും പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന പേരല്ലേ, അതെങ്ങനെയാണ് ഒരു മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള ഒരു പേരായി മാറുമെന്ന ചോദ്യം ജഡ്ജി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം നൽകുവാനായി സെൻസർ ബോർഡിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ജഡ്ജി തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. താൻ നേരിട്ട് സിനിമ കാണും, അതിനുശേഷം ബുധനാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ അന്തിമ തീരുമാനം എടുക്കാം എന്നൊരു നിലയിലേക്ക് ജഡ്ജി വരെ എത്തി നിൽക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ സിനിമ പ്രദർശനം ആരംഭിച്ചത്. ആദ്യം പറഞ്ഞിരുന്നത് മറ്റൊരു ലാൽ മീഡിയ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റുഡിയോയിലായിരുന്നു ആദ്യം സിനിമ പ്രദർശിപ്പിക്കാൻ നിശ്ചയിച്ചത്. പക്ഷേ അവസാന നിമിഷമാണ് അത് മാറ്റിയത്. ഒപ്പം ഈ സിനിമയുടെ പ്രതിനിധികൾ ആരും തന്നെ വരരുതെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും വിധത്തിൽ അത് സെൻസർ ബോർഡിൻ്റെ ആവശ്യമായിരുന്നു. സിനിമയുടെ അണിയർ പ്രവർത്തകരോ സിനിമയുമായി ബന്ധപ്പെട്ടവരൊന്നും ഇങ്ങോട്ടേക്ക് വരരുത്. കാരണം ജഡ്ജി ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുമോ എന്നുള്ളൊരു ഭയത്താലാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. എന്തായാലും ഈ സിനിമയുടെ പ്രതിനിധികൾ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ജഡ്ജിക്ക് മാത്രമായി, ജഡ്ജിയും ജഡ്ജിക്കൊപ്പമുള്ള 2 പേരും ഈ നിർമ്മാതാക്കളുടെ അഭിഭാഷകനും ഈ സെൻസർ ബോർഡിന്റെ പ്രതിനിധിയും മാത്രമായിരിക്കും ഈ സിനിമ കാണുക. കഴിഞ്ഞ തവണയൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പരാമർശങ്ങളെല്ലാം ഈ അണിയറ പ്രവർത്തകർക്ക് അനുകൂലമാകുന്ന തരത്തിൽ തന്നെയായിരുന്നു. ഇനി ബുധനാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ അന്തിമമായിട്ടുള്ളൊരു വിധി ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒന്നടങ്കം എത്തി നിൽക്കുന്നത്. എന്തായാലും സിനിമ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂറാണ് സിനിമ. അതിനുശേഷം ജഡ്ജിയുടെ എന്താണ് ആ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് ഇതിലേറെ നിർണായകമാകുകയും ചെയ്യും. സജിത്ത്, ഇന്നത്തെ നീക്കം വളരെ നിർണായകമാണ്. കാരണം ഹൈക്കോടതി നേരിട്ട് തന്നെ ഈ സിനിമ കാണുന്നത് കൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സെൻസർ ബോർഡിൻ്റെ ആക്ഷേപങ്ങൾ ശരിയോ എന്ന കാര്യത്തിലുള്ള പരിശോധന കൂടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്.